വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 1ാം ക്ലാസ്സിലെ ദാദാ ദാദി എന്ന കവിതയാണ്. നമുക്ക് ഈ കവിതയിലേക്കൊന്ന് പോകാം. एक हमारे दादाजी है, एक हमारी दादी, एक हमारे दादाजी है, एक हमारी दादी. കണ്ടോ, ഈ പടത്തിൽ കണ്ടില്ലേ? വല്യച്ഛനും ഉണ്ട്, വല്യമ്മയും ഉണ്ട്, അല്ലെ മുത്തശ്ശനും മുത്തശ്ശിയുണ്ട്. അവരെ കണ്ടുകൊണ്ട് നോക്കിക്കൊണ്ട് കുട്ടികൾ പറയുകയാണ്, ഏക് ഹമാരേ ദാദാജി ഹെ, ഇതിലൊരാൾ ഞങ്ങളുടെ മുത്തച്ഛനാണ്. ഏക് ഹമാരി ദാദി, ഒരാൾ ഞങ്ങളുടെ മുത്തശ്ശിയാണ്. ദോനോം ഹി പഹനാ കർത്തേ ഹേ ബിൽക്കുൽ ഭൂരി ഖാദി, അവർ രണ്ടുപേരും ധരിച്ചിരിക്കുന്നത് എന്താണ്? ബിൽക്കുൽ ഭൂരി ഖാദി, തികച്ചും ബ്രൗൺ നിറത്തിലുള്ള ഖാദിയാണ് അവർ ധരിച്ചിരിക്കുന്നത്. ദോനോം ഹി പഹനാ കർത്തേ ഹേ, രണ്ടുപേരും ധരിച്ചിരിക്കുന്നത് ബിൽക്കുൽ ഭൂരി ഖാദി, തികച്ചും ബ്രൗൺ നിറത്തിലുള്ള ഖദർ വസ്ത്രങ്ങളാണ്. ദാദി ഗാന ഗായ കർത്തി, ദാദാജി മുസ്കാത്തെ, ദാദി എന്ത് ചെയ്യും? ഗാന ഗായ കർത്തി, മുത്തശ്ശി ഗാനമൊക്കെ ആലപിക്കും, അല്ലെ പാട്ട് പാടുമെന്ന്. ദാദാജി മുസ്കാത്തെ, അതിൻ്റെ രസമൊക്കെ കേട്ടുകൊണ്ടായിരിക്കാം, കണ്ടുകൊണ്ടായിരിക്കാം ദാദാജി മന്ദഹസിക്കും, ദാദാജി ചിരിക്കുമെന്ന്, ദാദാജി പുഞ്ചിരിക്കും. കഭി കഭി ദാദാജി ഫി, ഇടയ്ക്കിടയ്ക്ക് ദാദാജിയും അല്ലെ മുത്തശ്ശനും കോയി ഗാന ഗാത്തെ, എന്തെങ്കിലും പാട്ടൊക്കെ പാടും. കഭി കഭി ദാദാജി ഫി കോയി ഗാന ഗാത്തെ. ഈ കവിത എഴുതിയത് ശ്രീ പ്രസാദ് എന്ന കവിയാണ്. കവിയുടെ പേരെന്ന് ഓർത്തിരിക്കാം കേട്ടോ. ഇനി നമുക്ക് അതിലെ ഓരോ വാക്കുകളുടെ അർത്ഥം ഒന്ന് നോക്കാം. ഏക് ഹമാരേ ദാദാജി ഹേ, അപ്പം ദാദാജി എന്താണ്? മുത്തച്ഛൻ. ദാദി മുത്തശ്ശി. ദോനോം രണ്ടുപേരും. പഹന കർത്തേ ഹേ ധരിക്കുന്നു. ബിൽക്കുൽ മീൻസ് തികച്ചും. ഭൂരി ഖാദി ബ്രൗൺ നിറത്തിലുള്ള ഖദർ. മുസ്കാത്തെ മന്ദഹസിക്കുന്നു, പുഞ്ചിരിക്കുന്നു എന്നൊക്കെയാണ് മുസ്കാത്തെ. മന്ദഹസിക്കുന്നു, മുസ്കാത്തെ മന്ദഹസിക്കുന്നു, പുഞ്ചിരിക്കുന്നു എന്നൊക്കെ അർത്ഥം. കഭി കഭി ഇടയ്ക്കിടയ്ക്ക്. എന്താ കഭി കഭി എന്ന് പറഞ്ഞാൽ? ഇടയ്ക്കിടയ്ക്ക്. ഇത്തരം ഈ വാക്കുകളാണ് അർത്ഥം, ഈ വാക്കുകളുടെ അർത്ഥമാണ് നാം പഠിക്കേണ്ടത്. എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.